കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പാ, കൊണ്ടുപോയി തിന്നേതും നീയേ ചാപ്പാ. പറഞ്ഞു വരുന്നത് ഒരു ഉരുക്ക് വനിതയെ പറ്റിയാണ്. മറ്റാരുമല്ല, നമ്മുടെ രേണു സുധിയെ പറ്റി തന്നെയാണ്. ഞാൻ കുറേ കാലം മുമ്പേ ആലോചിക്കുന്നത് ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കമൻ്റാണ് ഈ പെൺകുട്ടിക്ക് നേരെ വന്ന ആയുധം. ആ ആയുധം തടുക്കാനുള്ള മനഃശക്തി അത് അപാരം തന്നെയാണ്. തൻ്റെ നേർക്ക് വരുന്ന ആയുധം അത് തടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല. അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞതും എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല. അതാണ് ഉരുക്ക് വനിത എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ആദ്യം കൊണ്ടുപോയി തിന്നേതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ എന്ന് പറയുന്നത് കൊല്ലാക്കൊല ചെയ്ത, അത്രയും കൊല്ലാക്കൊല ചെയ്ത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുള്ള ആൾക്കാർ, അതായത് എന്നെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ആ പെൺകുട്ടിയെ അത്രയധികം പിച്ച് ചീന്തിയല്ല, ഓരോരോ കമൻറ്റിലൂടെ പിച്ച് ചീന്തിയ ആൾക്കാരാണ് എല്ലാവരും. നമ്മുടെ മലയാളീസാണ് ഏറ്റവും കൂടുതൽ പിച്ച് ചീന്തിയത്. അപ്പം ആ ഒരു പെൺകുട്ടി തന്നെ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അപ്പം ഞാൻ ഇന്നലെ ബിഗ് ബോസിലെ സെലക്ഷൻ റൗണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷിച്ച്. രേണു സുധീൻ്റെ ശരിക്കും ഞാനും ഒരു വലിയൊരു ആരാധകനാണ്. അപ്പോൾ രേണുവിൻ്റെ മിക്കവാറും ഇൻ്റർവ്യൂകൾ ഞാൻ കാണാറുണ്ട്. ഭയങ്കര മനഃശക്തിയോട് കൂടിയാണ് അവർ മറുപടി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചില റിയാക്ഷൻസ്, അങ്ങനത്തെ ഇൻ്റർവ്യൂവിൽ ഓരോരോ കമൻറ്റിനുമുള്ള ചോദ്യങ്ങൾക്കുള്ള ബാഡ് കമൻറ്റ് വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ക്രൂശിക്കപ്പെടാൻ, അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ ചീത്ത വിളിക്കുന്നതും ഒക്കെ ആയിട്ട് എന്താണ് അതിൻ്റെ കാര്യം? ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിക്കാൻ മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവരെ വിളിച്ചു, അഭിനയിക്കാമോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു, അവർ തയ്യാറായി, അഭിനയിച്ചു, അതിനുള്ള പ്രതിഫലം വാങ്ങുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു. അതിന് ചീത്ത പറയേണ്ട, ഓക്കെ, നെഗറ്റീവ് കമൻ്റൊക്കെ ഇടാം, പക്ഷെ അതിനൊരു പരിധിയില്ലേ? അപ്പോൾ എനിക്കും ഇത് കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്. സത്യത്തിൽ ഇത്രയധികം മോശം കമൻ്റ് ഉണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ? അതിന് മാത്രം ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? അവർ മോഷ്ടിക്കുന്നുണ്ടോ, വ്യഭിചരിക്കുന്നുണ്ടോ, അങ്ങനെ വല്ല വൃത്തികേടും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടോ? ഇങ്ങനെ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും കാര്യം ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ടോ? കലയോട് താല്പര്യമുണ്ട്, കലാകുടുംബമാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ആ കല ഈ പെൺകുട്ടിക്കും കിട്ടി. അങ്ങനെ ഇവരെ കൊണ്ടുവരാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന അവർക്ക് കൊടുക്കണം ഒരു കോടി കൂപ്പുകൈ. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ ഭാഗത്താണ് ഞാൻ, രേണു സുധീൻ്റെ ഭാഗത്താണ്, നല്ല ഫാനാണ്. ഇപ്പം ഈ കൊണ്ടുപോയി തിന്നേതും നീയേ ചാപ്പാ, കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ. അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്ന അവർ തന്നെയാണ് നമ്മളെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം രേണു സുധിയെ ബിഗ് ബോസിൽ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള തെറി കമൻറ്റുകളൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ്. ഇനി എന്തായാലും എല്ലാ മലയാളികളുടെയും വായി അടച്ചു. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അത് ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടാവുമോ, ഇന്നാവുമോ, അല്ലെ വിജയം രേണുവിൻ്റെ ഭാഗത്താണോ, അതൊന്നല്ല പ്രശ്നം. പക്ഷെ അവിടം വരെ എത്തിയില്ലേ? നിങ്ങളൊക്കെ കളിയാക്കുന്ന കൊട്ടമ്മത്തി പോലെയും മറ്റ് വിരൂപീനെ പോലെയും എല്ലാം കളിയാക്കുന്ന ആ പെൺകുട്ടി ഇന്ന് ബിഗ് ബോസിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിലും വലിയ ഉയരം എത്താനില്ല എൻ്റെ അഭിപ്രായത്തിൽ. കലയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലും വലിയ ഉയരം എത്താനില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പഴയൊരു നടിയുണ്ടായിരുന്നു കമല കാമേഷ്. ഭയങ്കര നടിയാണ്, ഭയങ്കര ഭാവാഭിനയത്തിൻ്റെ ഭയങ്കര നടിയാണ്. അവരിപ്പോൾ എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഈ രേണു സുധിയെ കാണുമ്പോൾ കമല കാമേഷിനെ പോലെയാണ്. എല്ലാ ഭാഷയിലും അഭിനയിച്ചൊരു താരമാണ് കമല കാമേഷ്. അപ്പോൾ ആ ഒരു അഭിനേത്രിയെ പോലെയാണ് എനിക്ക് രേണുവിനെ കാണുമ്പോൾ തോന്നാറ്. എന്തായാലും രേണുവിന് എൻ്റെയും ഒരു ഫുൾ സപ്പോർട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ ചീത്ത പറഞ്ഞ അവരൊക്കെ
രേണുവിനെ കണ്ടാൽ സെൽഫി എടുക്കാനും ഒക്കെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്നെങ്കിലും എനിക്കും ഒരുമിച്ച് കണ്ടാൽ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല, താരങ്ങളുടെ കൂടെ ഫോട്ടോസ് എടുക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ രേണു സുധിയെ കണ്ടാൽ ഒരു സെൽഫി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും മലയാളത്തിൻ്റെ ഒരു കലാകാരി, ഈ കലാകാരിയെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ഉരുക്ക് വനിതാണ്. ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും ചീത്തവിളി കേട്ടിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ഒരുപാട് ടെൻഷൻ സ്വയം ഉണ്ടാവും, പക്ഷേ ഇതിനെയൊക്കെ നാട്ടുകാരെയും ആൾക്കാരെയും മുന്നിലൊന്നും കാണിക്കാതെ, പ്രകടിപ്പിക്കാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അതേപോലെ തന്നെയുള്ള വർത്തമാനം, എനിക്ക് മാസം 1 ലക്ഷം രൂപ തന്നാൽ ഞാൻ അഭിനയിക്കില്ല, ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞ തൻ്റെ ഇടവും ഞാൻ ഒരുപാട് ആസ്വദിച്ചു. എൻ്റെ പൊന്നു രേണു സുധി, എല്ലാവിധ ആശംസകളും വിജയാശംസകളും ബിഗ് ബോസ് നിന്ന് വിജയിച്ച് വരാനുള്ള ആ ആശംസ ഞാൻ നേരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഈ ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നത് തീർച്ചയായിട്ടും രേണു സുധീനെയാണ്. രേണു സുധീൻ്റെ ഫാനാണ് ഞാൻ. എന്തായാലും എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഉണ്ടാവും ഈ ഉരുക്ക് വനിതക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 10 പേരെ കാണും, അതിൽ കൂടുതൽ കാണാൻ, അല്ലെങ്കിൽ ഒരു 100-200 ആൾക്കാരെ കാണും. കൂടുതൽ കാണാനുള്ള ഒരു ചാൻസ് ഇല്ല, കാരണം ഞാൻ ചെയ്തത് കൊണ്ട്. വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി ഇങ്ങനെയാണ്. അപ്പോൾ രേണു സുധിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു ഫാനൊന്നുമല്ല, പക്ഷേ രേണു സുധിയും അതുപോലെ വേറെ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റിനെയൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും രേണു സുധീൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കാണും. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു.